കൊല്ലം ജില്ലയിൽ നിന്നുള്ളവർ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയാണ് ഈ വിലാപയാത്രയെങ്കിലും വിവിധ ഭാഗങ്ങളിൽ, ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ കാസർഗോഡ്, കോഴിക്കോടടക്കം മലപ്പുറം അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വി എസിനെ അവസാനമായി ഉയർന്നു കാണുന്നതിന് വേണ്ടിയിട്ട്, വി എസിനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രത്തോളം മനുഷ്യർക്കിടയിൽ സ്വാധീനം ചെലുത്തിയ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ. ഈ സമൂഹം ഒന്നാകെ, ഈ നാടൊന്നാകെ ആ രണ്ടക്ഷരത്തിലേക്ക് ചുരുങ്ങുന്ന ഈ വേളയിൽ, ചുരുങ്ങുന്ന ഈ ഘട്ടത്തിൽ, ഈ പെരുമഴയിലും ഈ 3 മണി സമയത്തും അവർ ഏറ്റുവിളിക്കുന്ന മുദ്രാവാക്യം കണ്ണേ കേരള വി എസ് എ എന്ന ആ മുദ്രാവാക്യമാണ്. അത് ഏറ്റുവിളിക്കുന്ന ആ മനുഷ്യരെല്ലാവരും തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വി എസിനാൽ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കപ്പെട്ട മനുഷ്യർ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ മനുഷ്യരെല്ലാം ഒത്തുകൂടി നിൽക്കുന്നത് വി എസിന് വേണ്ടിയിട്ടാണ്, വി എസ് അച്യുതാനന്ദൻ എന്ന ആ രാഷ്ട്രീയ നേതാവിന് വേണ്ടിയിട്ടാണ്, അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നിരവധി ആളുകൾ, ചെറിയ കുട്ടികൾ, പ്രായമായ ആളുകൾ അടക്കം നിരവധി ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും, കൊല്ലത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെ ഒട്ടാകെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൊല്ലം ജില്ലയിലേക്ക് വിലാപയാത്ര കടന്നത് മുതൽ തന്നെ വലിയ തരത്തിലുള്ള ജനസഞ്ചയം വിലാപയാത്രയെ അനുഗമിച്ചും അതുപോലെ തന്നെ വിലാപയാത്ര കാണാനും അടക്കം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഇത്തരത്തിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലുമായിരുന്നു ആ മനുഷ്യർ ഒത്തുകൂടുന്ന എല്ലായിടങ്ങളിലും. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലങ്ങളിൽ മാത്രമല്ല, മുൻകൂട്ടി നിശ്ചയിക്കാത്ത ഇടങ്ങളിൽ പോലും ആളുകൾ ഒത്തുകൂടുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ, വി എസിന് അവസാനമായി കാണാൻ വേണ്ടിയിട്ട് അവരെത്തിയിട്ടുണ്ടായിരുന്നു. അമ്മ എപ്പോഴാണ് വന്നത്? വൈകിട്ട് 7 മണി കഴിഞ്ഞു. 3 മണി സമയമായി. വി എസിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. സഖാവിനെ അവസാനമായിട്ടൊന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ കാണാനായിരിക്കും ഒരിത്, കണ്ടിട്ടേ പോകുന്നു. ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കാണാൻ പറ്റിയിട്ടില്ല. മാധ്യമങ്ങളിലൂടെയും അല്ലാതൊക്കെ കണ്ടിട്ടുള്ള ഒരു അറിവേ ഉള്ളൂ, വായനയിലുള്ള ഒരു അറിവേ ഉള്ളൂ. പക്ഷേ വി എസ് എന്ന് പറഞ്ഞാൽ ഒരു ആവേശമാണ്. പിന്നെ ഓരോ തിളയ്ക്കും. ഇത്ര നല്ലൊരു സഹായം, അതുകൊണ്ടാണ് ഇത്രയും ഇതിൽ നമ്മൾ നിൽക്കുന്നത്. ഈ നനഞ്ഞു വീട്ടുകാരിയാലും നിൽക്കുന്നത്, കണ്ടിട്ടേ പോകുന്നു. അമ്മ എങ്ങനെ പറഞ്ഞതാണ്, അതായത് അത്രത്തോളം വലിയ ആവേശമാണ്, ചോര തിളയ്ക്കും എന്നാണ് ആ അമ്മ പറയുന്നത്. ഈ മഴയത്ത്, കോരിച്ചൊരിയുന്ന മഴയത്ത് അങ്ങനെ കാത്തു നിൽക്കുന്നത് വി എസിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യർ, ഒട്ടനവധി മനുഷ്യർ, ആയിരക്കണക്കിന് മനുഷ്യർ ഇത്തരത്തിൽ ആ അമ്മ പറഞ്ഞതുപോലെ ചോര തിളയ്ക്കുന്ന മനുഷ്യർ, അവർ ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് വി എസിന് വേണ്ടിയിട്ട് മാത്രമായി ഈ 3 മണി സമയത്ത് അവർ കാത്തു നിൽക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിടവാങ്ങലുകളിൽ ഒന്നായിരിക്കാം വി എസ് അച്യുതാനന്ദൻ്റെ ഈ വിലാപയാത്ര. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ആളുകൾ ഇത്തരത്തിൽ ഇവിടേക്ക് ഈ ദേശീയപാതയുടെ ഈ വഴിയോരങ്ങളിലെല്ലാം ഇത്തരത്തിൽ കൂടി നിൽക്കുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന ആ വ്യക്തിക്ക് വേണ്ടിയാണ്, ആ മനുഷ്യന് വേണ്ടിയാണ്, ആ മനുഷ്യന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഇവരൊന്നും തന്നെ ഒരിക്കൽ പോലും നേരിട്ട് പോലും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. എന്നാൽ ഈ കോരിച്ചൊരിയുന്ന മഴയിൽ അവരേറ്റുവിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെയാണ് ഈ നാടിനെ ആകെ പ്രകമ്പനം കൊള്ളിക്കുന്നത്. ആ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന, ആ മനുഷ്യൻ്റെ അന്ത്യത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം വി എസുമായി ഈ നാട് കടപ്പെട്ടിരിക്കുന്നു. അത്രത്തോളം വി എസിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ മനുഷ്യർ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഒരു കാലത്ത് വി എസ് നമ്മുടെ നാട്ടിലെ എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകളെയും ഉച്ചനീചത്വങ്ങളെയും എല്ലാം തകർത്തെറിയുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒട്ടനവധി മനുഷ്യരിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ. നമ്മൾ ഈ കാണുന്ന സാമൂഹ്യ ക്രമങ്ങളാകെ, നമ്മൾ ഈ കാണുന്ന മാറ്റങ്ങളാകെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വി എസ് അച്യുതാനന്ദനിലൂടെയും അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ എന്ന ആർക്കിടെക്റ്റിലൂടെയും ഉണ്ടായി വന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരതിശയോക്തിയുമില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യന് ഈ നാട് കൊടുക്കേണ്ട അന്ത്യാഭിവാദ്യം തന്നെയാണ് ഈ നാടിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം വൈകാരികമായ ഒരു യാത്രയയപ്പ് അല്ലെങ്കിൽ വൈകാരികമായ ഒരു വിലാപയാത്രയാണ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയെല്ലാം ആ വിലാപയാത്ര എത്തുന്നുണ്ടോ അവിടെയെല്ലാം നിരവധി ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ എല്ലാവരും തന്നെ വി എസ് അച്യുതാനന്ദന് വേണ്ടി ഈ തെരുവോരങ്ങളിൽ, ഈ തെരുവീഥികളിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. ആ മനുഷ്യൻ നടത്തിയ സമരങ്ങളിൽ
സ്വാധീനിക്കപ്പെട്ടവർ, ആ മനുഷ്യൻ നടത്തിയ പ്രസംഗങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടവർ, ആ മനുഷ്യൻ്റെ ആശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടവർ, ആ മനുഷ്യൻ്റെ ആശയങ്ങളോട് എതിർക്കുന്നവർ, ആ മനുഷ്യനോട് തന്നെ ഒരു ഘട്ടത്തിൽ എതിർത്തവർ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഇവിടെ ഏറ്റവും ഒടുവിൽ VS വേണ്ടി ഈ തെരുവോരത്ത് വന്ന് നിൽക്കുന്നു. VS വേണ്ടി ഏറ്റവും ഒടുവിൽ VS അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഇവിടെ വന്നെത്തി നിൽക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ണേ കരളെ VS എന്ന് വിളിച്ചിട്ടില്ലാത്ത രാഷ്ട്രീയ എതിരാളികൾ പോലും ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഈ 3 മണി പിന്നിട്ട ഈ നേരത്ത് ഈ നഗരത്തിൻ്റെ തെരുവീതികളിൽ വന്നങ്ങനെ VS കാത്തു നിൽക്കുന്നു എന്നതു തന്നെയാണ് ആ മനുഷ്യന് ഈ നാട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു, ആ മനുഷ്യനോട് ഈ നാട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഈ കാണുന്ന കോരിച്ചൊരിയുന്ന മഴയത്ത് ആ മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരെല്ലാവരും തന്നെ ആ മനുഷ്യനാൽ സ്വാധീനിക്കപ്പെട്ട ആളുകളാണ്, VS സ്വാധീനിക്കപ്പെട്ട ആളുകളാണ്. അത്രത്തോളം VS അച്യുതാനന്ദൻ എന്ന ആ മനുഷ്യൻ, VS എന്ന രണ്ടക്ഷരം ഈ സാധാരണക്കാരായ തൊഴിലാളികൾക്കിടയിൽ, സാധാരണക്കാരായ കൂലിപ്പണിക്കാർക്കിടയിൽ, മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ, സ്ത്രീകൾക്കിടയിൽ, എല്ലാ വിഭാഗം മനുഷ്യർക്കുമിടയിൽ സ്വാധീനിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ് ഇത്രയും വലിയ ഒരു അന്ത്യാഭിവാദ്യം, വിലാപയാത്ര ഈ 3 മണി സമയത്ത് ഈ നാട് കൊടുക്കുന്നത്. കൊല്ലം എന്ന് പറഞ്ഞാൽ അതെത്രത്തോളം സമരങ്ങളുമായി, എത്രത്തോളം തൊഴിലാളി വർഗ സമരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജില്ലയാണ് എന്ന് നമുക്കറിയാം. അത് കർഷക സമരങ്ങളായിക്കോട്ടെ, കയർ തൊഴിലാളി സമരങ്ങളായിക്കോട്ടെ, കശുവണ്ടി തൊഴിലാളി സമരങ്ങളായിക്കോട്ടെ, ശൂരനാട് വിപ്ലവം അടക്കമുള്ള, ആറ്റിങ്ങൽ വിപ്ലവം അടക്കമുള്ള ചരിത്ര സമരങ്ങളടക്കം നടന്ന ഒരു ജില്ല. ആ ജില്ല ഏത് വിധത്തിലാണോ ഒരു സമര മനുഷ്യന്, ഒരു സമര നായകന് വിട നൽകേണ്ടത്, ആ വിധം തന്നെയാണ് ഈ നാട് ആ മനുഷ്യന് വിട നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യന് ഏത് വിധത്തിലാണോ ഒരു യാത്രയയപ്പ് അല്ലെങ്കിൽ അന്ത്യാഭിവാദ്യം ഈ നാട് നൽകേണ്ടത്, അതിൻ്റെ ഏറ്റവും മനോഹരമായി, ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും അർഹിക്കുന്ന തരത്തിലുള്ള ഒരു അന്ത്യാഭിവാദ്യം, ആ അന്ത്യാഭിവാദ്യമാണ് VS അച്യുതാനന്ദൻ ഈ തെരുവീതികളിലാകെ ഏറ്റുവാങ്ങിക്കൊണ്ട് VS വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര കടന്നു വരുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. വിലാപയാത്ര ഈ കൊല്ലം ജില്ലയുടെ ഏറ്റവും മധ്യഭാഗത്തേക്ക്, കൊല്ലം ജില്ലയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ മനുഷ്യരൊന്നാകെ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുന്നത് ആ മനുഷ്യന് വേണ്ടിയിട്ടാണ്. VS അച്യുതാനന്ദൻ എന്ന VS എന്ന രണ്ട് പേരിന് വേണ്ടിയിട്ടാണ്, ആ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ മഴയത്തും ഈ കോരിച്ചൊരിയുന്ന ഞങ്ങളുടെ